ഇപ്രാവശ്യം ഞാൻ കൊച്ചിയിൽ പോയപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ 3 പ്രാവശ്യം ആഹാരം കഴിച്ചത്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയും ഞാൻ ഇടുന്നത്. ഞാൻ ആദ്യം ഇവിടുന്ന് കഴിക്കുന്നത് ഈ ഇഡലി സെറ്റാണ്. നല്ലതുപോലെ തേങ്ങ അരച്ചുണ്ടാക്കിയ കട്ടിച്ചമ്മന്തിയും പിരിയമുളകും തേങ്ങയും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയ ആ എരിവുള്ള ചുമന്ന ചമ്മന്തിയും പിന്നെ പച്ചക്കറികളൊക്കെ ഇട്ട് നല്ല കൊഴുപ്പോട് കൂടി ഉണ്ടാക്കിയ ആ സാമ്പാറും ഇതെല്ലാം കൂടി ചേർത്ത് ആ ഇഡ്ഡലി കഴിക്കാനായിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. സാധാരണ ഹോട്ടലുകളിലൊക്കെ ഈ ചമ്മന്തിക്കും സാമ്പാറിനൊന്നും അധികം ശ്രദ്ധ കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ വലിയ ടേസ്റ്റും ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടുത്തെ ചമ്മന്തിയും സാമ്പാറും ഉഗ്രൻ ടേസ്റ്റായിരുന്നു. പിന്നെ ഞാനൊരു കൊഴുക്കട്ട വാങ്ങിച്ചു. സാധാരണ നമ്മൾ വാങ്ങിക്കുമ്പം കൂടുതൽ മാവും കുറച്ച് തേങ്ങയും കുറച്ച് ശർക്കരയൊക്കെയാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടത്തേതിൽ നല്ലതുപോലെ തേങ്ങയും ശർക്കരയും പഞ്ചസാരയൊക്കെ ചേർത്തൊരു കൊഴുക്കട്ട. നല്ല ടേസ്റ്റായിരുന്നു. പിന്നീട് വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഇടിയപ്പവും സ്റ്റൂവും. ഈ ഇടിയപ്പവും സ്റ്റൂവും എൻ്റെ അമ്മയാണ് ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നീട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇവരുടേത്. സ്റ്റൂവിനൊക്കെ അമ്മാതിരി ടേസ്റ്റായിരുന്നു. പിന്നീട് കഴിച്ചത് ഗീ പൊടി മസാല ദോശയാണ്. അതും ഒരു കുറ്റവും പറയാനില്ല, നല്ല രുചിയായിരുന്നു. വെജിറ്റേറിയൻ ഡിഷസ് വളരെ രുചിയായിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടാണ്. നമുക്കത് എല്ലായിടത്തുനിന്നും കിട്ടില്ല. പക്ഷെ ആ പണി ഇവർ നല്ല വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് ഇഡലി കഫേ എന്നാണ്. ഞാനിത് കഴിച്ചത് അവരുടെ വടക്കേക്കോട്ട മെട്രോയുടെ അവിടെ ഉള്ള ഒരു ഔട്ട്ലെറ്റിൽ നിന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.